ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള വിഷൻ്റെ ഇൻ്റർനെറ്റ് ഓഫറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഡീറ്റെയിൽസുകളൊക്കെ അറിയാം. അപ്പോൾ ആ പഴയ വീഡിയോയിൽ, അതായത് ഞാൻ കഴിഞ്ഞ വർഷം 2023 മാർച്ച് ഏപ്രിൽ സമയത്തായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പം അത്തരം വീഡിയോസിൽ ഇപ്പോഴും ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേരള വിഷൻ്റെ ഈ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോയെന്ന്. ഓഫറുണ്ട്. ഓഫറിൽ പല മാറ്റങ്ങളും, റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓഫർ റേറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡുകളൊക്കെ വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അന്ന് കൊടുത്തതിനെക്കാട്ടി ഇപ്പോൾ കൂടുതൽ സ്പീഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, കേരള വിഷൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് ഓഫർ പ്രൊവൈഡ് ചെയ്താലും അത് ഓരോ ഏരിയയിലെയും അതുപോലെ തന്നെ ആ ഏരിയയിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെയും മനസ്സും പോലെ ഇരിക്കും നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നത്. നമ്മൾ ഈ മലബാർ സൈഡിലൊന്നും നോർമലായിട്ട് പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ ഏതൊരു കേബിൾ ഓപ്പറേറ്റർ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ കണക്ഷൻ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് മാസത്തെ ഒരു 500 രൂപ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 5G മോഡം വേണമെങ്കിൽ 5G മോഡത്തിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പം പഴയ വീഡിയോയിൽ ഇങ്ങനെ കുറേ തവണ ആൾക്കാർ ചോദിക്കുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ തെക്കൻ ജില്ലകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോസിൽ ഞാനിങ്ങനെ ഓഫർ ഇട്ട സമയത്ത് അതിൽ കുറേ ആൾക്കാർക്ക് ഫ്രീ കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതില്ല, ഇങ്ങനൊരു ഓഫറില്ല, കേബിൾ ഓപ്പറേറ്ററോട് ചോദിച്ചാലും ഇങ്ങനത്തെ ഒരു ഓഫർ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പലരും പറഞ്ഞു 3000 രൂപ കൊടുക്കണം, 3500 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 മാസത്തേക്കുള്ള റീചാർജ് ഒറ്റയടിക്ക് ചെയ്യണം, 1 വർഷത്തേക്കുള്ള ഒറ്റയടിക്ക് റീചാർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഓഫർ ആദ്യം വന്ന സമയത്ത് കേരള വിഷൻ പറഞ്ഞിരുന്നത് 2 വർഷത്തെ ഈ ഫ്രീ ഓഫർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷം നിങ്ങളിത് ഉപയോഗിക്കണം എന്നാണ് അവരൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 470 രൂപയാണ് മന്ത്ലി റീചാർജ് ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 30 Mbps ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എന്തായാലും 2000 GB മുകളിൽ 1500 മുതൽ 4000 GB വരെ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ഡാറ്റയും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് ഇതിൻ്റെ ഓഫറുകൾ. അപ്പം ഒരുപാട് പേര് ഇതിൻ്റെ ഇപ്പോഴും ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോഴും ഓഫർ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അധികം അതിൻ്റെ പരസ്യം കാണാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ അവർ പുതിയൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. 500 രൂപയെങ്ങാനും തോന്നുന്നു അടച്ചത്. അപ്പോൾ 500 രൂപ അടച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മന്ത് റീചാർജ് അതിൽ തന്നെയായി, വേറെ കോസ്റ്റ് ഒന്നുമില്ല. പിന്നെ മന്ത്ലി റീചാർജ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിലവിൽ ഈ ഓഫറുണ്ട്. നിങ്ങൾക്ക് ഈ ഓഫർ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം. അല്ലാതെ ഓൺലൈൻ രജിസ്റ്ററിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ഇത് തന്നെയാണ്. നിയർ ആയിട്ടുള്ള കേബിൾ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് അവരോട് പറയുന്ന കണക്ഷൻ വേണമെന്ന്. അപ്പോൾ അവർ പറയുന്നത് പോലെ ആയിരിക്കും ഓഫർ. വേറെ എന്ത് ഓഫർ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള കേബിൾ ഓപ്പറേറ്റർ എന്താണ് പറയുന്നത് അതാണ് ഓഫർ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.